നമസ്കാരം. ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള വിരുദ്ധതയ്ക്ക് യാതൊരു കുറവുമില്ല. അത് ഇന്ത്യയുടെ വിശ്വാസത്തിൽ കൈകടത്തിക്കൊണ്ട് തന്നെ ചൈന പ്രതിഫലിപ്പിക്കുകയാണ്. ഹൈന്ദവ സമൂഹത്തിന്റെ വിശുദ്ധ സ്ഥലമായ കൈലാസ പർവ്വതത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ചൈന ഇപ്പോൾ. 2020 മുതൽ തുടർച്ചയായ 5ാം വർഷമാണ് വിശുദ്ധ കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കുള്ള 2 ഔദ്യോഗിക റൂട്ടുകളും ചൈന അടച്ചിട്ടിരിക്കുന്നത്. കോവിഡ് ആയിരുന്നു ചൈനയിലെ കൈലാസ് പർവ്വതത്തിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള പ്രത്യക്ഷ കാരണം. എന്നാൽ ചൈന ഇതിപ്പോഴും തുടരുന്നത് ചൈനയുടെ മറ്റൊരു തന്ത്രമാണെന്നത് വ്യക്തമാണ്. 2013 മെയ്യിൽ അന്നത്തെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദും ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഒപ്പുവെച്ച കരാറു പ്രകാരം ലിപ്പുലേഖ് പാസ് റൂട്ട് യാത്രയ്ക്കായി തുറന്നുകൊടുത്തിരുന്നു. 2014 സെപ്റ്റംബർ 18-ന് കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നാഥുല പാസ് റൂട്ടും ആരംഭിക്കുന്നതിനായി സുഷമ സ്വരാജുമായി കരാർ ഒപ്പുവെച്ചിരുന്നു. 2013-ലും 2014-ലും ചൈനയുമായി ഒപ്പുവെച്ച ഈ 2 കരാറുകൾ പ്രകാരം മുൻകൂർ അറിയിപ്പില്ലാതെ ഏകപക്ഷീയമായി കരാറുകൾ അവസാനിപ്പിക്കാൻ ആവില്ല. ഏത് പരിഷ്കാരങ്ങളും സമവായത്തിലൂടെയായിരിക്കണം അവസാനിപ്പിക്കുന്നത്. ഈ കരാറുകൾ ലംഘിക്കുന്ന തരത്തിലാണ് ചൈനയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. എന്നിരുന്നാലും അവശേഷിക്കുന്ന വലിയൊരു ചോദ്യം, ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യസ്ഥലമായ കൈലാഷ്, മാനസ സരോവർ എന്നിവയിലേക്കുള്ള ഇന്ത്യക്കാരുടെ പ്രവേശനം ഏകപക്ഷീയമായി തടയാൻ ചൈനയ്ക്ക് കഴിയുമോ എന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.